മൂന്നാഴ്ച നീണ്ടുനിന്ന രാപ്പകൽ പ്രചരണങ്ങൾക്ക് സമാപനം കുറിച്ച് കൊട്ടിക്കലാശം നടന്നു. മൂന്ന് മുന്നണികളും നാടിളക്കിയാണ് കലാശം നടത്തിയത്. പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെയും പാലായിലെ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെയും കൊട്ടിക്കലാശം ഒഴിവാക്കി. ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയിൽ വാദ്യമേളങ്ങളോടെയായിരുന്നു നാടെങ്ങും കലാശം നടന്നത്. കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിന്റെ കലാശം പൊൻകുന്നം ടൗണിൽ നടന്നു. ഇരുചക്ര വാഹനങ്ങളും കൊടികൾ കൈയിലേന്തിയ പ്രവർത്തകരും കലാശത്തിൽ പങ്കുചേർന്നു. പുതുപ്പള്ളി മണ്ഡലത്തിലെ LDF NDA സ്ഥാനാർത്ഥികളുടെ കൊട്ടിക്കലാശം പാമ്പാടി ടൗണിലാണ് നടന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത കലാശക്കൊട്ടായിരുന്നു NDAയുടേത്. ചുവപ്പ് ബലൂണുകളും കൊടികളും കൈയിലേന്തി LDF പ്രവർത്തകരും ആവേശത്തോടെ കലാശം കൊട്ടി. കോട്ടയം ടൗണിലായിരുന്നു കോട്ടയം മണ്ഡലത്തിലെ UDF LDF NDA മുന്നണികളുടെ കലാശക്കൊട്ട്. സ്ഥാനാർത്ഥികളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും K അനിൽകുമാറും P അനിൽകുമാറും കലാശക്കൊട്ടിനെത്തി പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി. ഏറ്റുമാനൂർ മണ്ഡലത്തിലെ കലാശവും ആവേശപൂർണമായിരുന്നു. അലങ്കാര കാവടികളുടെ അകമ്പടിയിൽ വാദ്യമേളങ്ങളുടെയും പ്രവർത്തകരുടെയും ഒപ്പം സിറ്റിംഗ് MLA കൂടിയായ VN വാസവൻ കലാശത്തിൽ പങ്കുചേർന്നു. UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷും നൂറുകണക്കിന് UDF പ്രവർത്തകർക്കൊപ്പമാണ് കലാശക്കൊട്ടിനായി എത്തിയത്. NDA സ്ഥാനാർത്ഥി ആതിര D നായരുടെയും പ്രചരണ സമാപനം ആവേശകരമായി. ഇനി നാളെ ഒരു ദിവസം നീളുന്ന നിശബ്ദ പ്രചരണത്തിന് ശേഷം വ്യാഴാഴ്ച കേരളം ബൂത്തിലേക്കെത്തും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.